പറ്റിയില്ല. ബാത്റൂമിൽ വെച്ചാണ് സംഭവം. ആ സമയത്ത് ശിഷ്യനെ അടിക്കാൻ അല്ലെങ്കിൽ ശിക്ഷിക്കാൻ വടിയൊന്നും കിട്ടിയില്ല. ഈ സമയത്ത് ഉമർ വലി തൻ്റെ ലിംഗം അതൊരു വലിയ വടിയാക്കി നീട്ടി അതുകൊണ്ട് അടിച്ചു ശിക്ഷിച്ചു എന്ന് രേഖപ്പെടുത്തുന്നു എന്നും ഇതാണ് കറാമത്തായി സുന്നികൾ കാണുന്നത് എന്നുമൊക്കെ പ്രചരിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കേൾക്കുക പ്രയാസമുള്ള കാര്യമാണ്. ഇതിനെല്ലാം ഇൻഷാ അല്ലാഹ് അക്കമിട്ടുകൊണ്ട് ഓരോ സീഡിയിലും ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് വ്യക്തമായി മറുപടി പറയാൻ നാം ശ്രമിക്കുന്നുണ്ട്. ആ വിഷയം നമ്മുടെ പ്രവർത്തകർ വളരെയേറെ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഈ ക്ലാസുകൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിന് പ്രത്യേകതയില്ല. എല്ലാ ക്ലാസുകൾക്കും ഒരേ പരിഗണന നൽകി സുന്നത്ത് ജമാഅത്തിന്റെ തൗഹീദും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ പ്രവർത്തകർ പ്രത്യേകമായി ഉത്സാഹം കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ നമ്മുടെ വിഷയം പൊതുവെ തൗഹീദാണ്. തൗഹീദ് സംബന്ധിച്ച് വളരെയേറെ നാം കേട്ടിട്ടുണ്ടായിരിക്കും, വളരെയേറെ നാം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. തൗഹീദിന്റെ പ്രഖ്യാപനമാണ്, തൗഹീദിന്റെ വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. നമുക്കറിയാമല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണ് തൗഹീദിന്റെ വാക്യം. എന്നാൽ ഒരാൾ മുസ്ലിമാകണമെങ്കിൽ, മൂമിനാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വേണമെന്ന് നമുക്കറിയാം. മുസ്ലിം ലോകം മുഴുവനും ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയണമെന്ന് പറയുന്നവരാണ്. അങ്ങനെ നിയമമാണെന്ന് അവകാശപ്പെടുന്നവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ മുഅ്മിനാകുന്നില്ല, മുസ്ലിം ആകുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയണം. എന്നാൽ എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെയാണ് തൗഹീദിന്റെ ഭാഗമാകുന്നത്? ഇത് നാം വിലയിരുത്തണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൽ മാത്രമല്ല തൗഹീദിന്റെ ഭാഗം. അതേ സമയത്ത് ആ ആശയം ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ശക്തമായി നാം വിശ്വസിച്ചിരിക്കണം, രൂഢമൂലമായ വിശ്വാസമുണ്ടായിരിക്കണം. ഇതാണ് അല്ലാഹു തആല വ്യക്തമായി പ്രവാചകനോട് പറയുന്നത്. സൂറത്ത് മുഹമ്മദിൽ 19-ാം സൂക്തമായി അല്ലാഹു തആല പ്രവാചകനെ അറിയിക്കുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക് വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും. ഫഅലം, പ്രവാചകരെ താങ്കൾ ദൃഢമായി അറിയുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധ്യനേ ഇല്ല എന്ന്. അത് ദൃഢമായി അറിഞ്ഞിരിക്കണം. വസ്തഗ്ഫിർ ലിദംബിക്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പാപമോചനം തേടണം അല്ലാഹുവോട്. വലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് വേണ്ടിയും നിങ്ങൾ പാപമോചനം തേടണം. വൽ മുഅ്മിനാത്ത്, വിശ്വാസിനികൾക്ക് വേണ്ടിയും താങ്കൾ പാപമോചനം തേടണം. വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും, നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലവും സംബന്ധിച്ച്, നിങ്ങളുടെ ഭാവി സംബന്ധിച്ചുമൊക്കെ അല്ലാഹു തആല അറിയുന്നുണ്ട് എന്ന് അല്ലാഹു തആല ഇവിടെ പ്രവാചകനെ ധരിപ്പിക്കുകയാണ്. അല്ലാഹു അല്ലാതെ ആരാധ്യനേ ഇല്ല എന്ന കാര്യം അറിയണം, ദൃഢമായി അറിയണം എന്ന് പറഞ്ഞ ശേഷമാണ് നിങ്ങൾ പാപമോചനം തേടണമെന്ന് പറയുന്നത്. വാസ്തവത്തിൽ തൗഹീദിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ വ്യക്തികൾക്കും സമൂഹത്തിനും പാകപ്പിഴ സംഭവിക്കുക സ്വാഭാവികമാണ്. അത് വലിയൊരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൽ ചില പോരായ്മകൾ സംഭവിക്കാം. അതുകൊണ്ട് തങ്ങൾ പാപമോചനം തേടണം, സമൂഹത്തിന് വേണ്ടി പാപമോചനം തേടണം, സമൂഹത്തിൻ്റെ തൗഹീദ് ഉറപ്പിക്കണം, തൗഹീദിൽ ശരിയായ വിശ്വാസം അവർക്കുണ്ടായിരിക്കണം, തൗഹീദ് ശരിയായ നിലയ്ക്ക് അവർ മനസ്സിലാക്കണം. തൗഹീദാണ് നമ്മുടെ ജീവിതത്തെയും ഭാവി പ്രതിഫലങ്ങളെയുമെല്ലാം കാത്തു സൂക്ഷിക്കുന്നത് എന്ന് അല്ലാഹു തആല ഈ സൂക്തത്തിൽ വ്യക്തമാക്കുകയാണ്.
ഇവിടെ വാസ്തവത്തിൽ നാം മനസ്സിലാക്കണം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശ്വാസം ഇവിടുത്തെ സുന്നികൾക്കില്ല. സുന്നികൾ ആ തൗഹീദിൽ കളങ്കം ചേർത്തിരിക്കുന്നു, തൗഹീദിൽ മായം ചേർത്തിരിക്കുന്നു എന്നാണ് സുന്നത്ത് ജമാഅത്തിന് ശത്രുക്കൾ പറയുന്നത്. വാസ്തവത്തിൽ അവർ ചെയ്തത് മായത്തിൽ തൗഹീദ് ചേർക്കുകയാണ്. അതിരിക്കട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് സൗകര്യപൂർവ്വം സംസാരിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധ്യനേയില്ല എന്ന് പറയുമ്പോൾ ആരാണ് ആരാധ്യൻ, ആരാണ് ഇലാഹ്? അല്ലാഹു അല്ലാതെ ഇലാഹേ ഇല്ല എന്ന് പറയുമ്പോൾ ആരാണ് ഇലാഹ്? ഇത് നാം മനസ്സിലാക്കണം. അതേസമയത്ത് നേരത്തെ പറഞ്ഞ കുപ്രചാരണങ്ങളുടെ കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രധാന കുപ്രചാരണമാണ് മക്കത്തെ ബഹുദൈവ വിശ്വാസികൾ എങ്ങനെയോ അവരെ പോലെ തന്നെയാണ് സുന്നികൾ എന്നുള്ള ഒരു പ്രചാരണം. മക്കത്തെ ബഹുദൈവ വിശ്വാസികൾ ഇവർ പറയുന്ന പ്രകാരത്തിൽ, ശത്രുക്കൾ പറയുന്ന പ്രകാരത്തിൽ മക്കത്തെ ബഹുദൈവ വിശ്വാസികൾ അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, സർവശക്തനായ ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇടയാളന്മാരെ ഉണ്ടാക്കുകയും ഔലിയാക്കന്മാരോട് സഹായം ചോദിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് അവർ മുശ്രിക്കുകളായത്, അല്ലാതെ ഏകദൈവത്തിൽ വിശ്വാസമില്ലാത്തതിൻ്റെ പേരിലല്ല എന്ന് ഇവർ പ്രചരിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ യഥാവിധി അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതേസമയത്ത് പിന്നെ അവർ എന്തുകൊണ്ട് മുശ്രിക്കുകളായി, എന്തുകൊണ്ട് ബഹുദൈവ വിശ്വാസികളായി എന്നതിനെ സംബന്ധിച്ച് അവർ പറയുന്നത്, അവർ മഹാത്മാക്കളായ ഔലിയാക്കന്മാരോട് സഹായം ചോദിച്ചു, ഇതിൻ്റെ പേരിലാണ് മുശ്രിക്കുകളായത്. അപ്പോൾ ഇന്നത്തെ സുന്നികളെപ്പോലെ തന്നെ ഇന്നത്തെ സുന്നികൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നു, അതേസമയത്ത് മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നു, അതിൻ്റെ പേരിൽ അവർ മുശ്രിക്കുകളാവുന്നു, അവരും ബഹുദൈവ വിശ്വാസികളും തമ്മിൽ മാറ്റമില്ല എന്നാണ് പ്രചാരണം. ഇത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. മക്കത്തെ അവിശ്വാസികൾ ആരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അവർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രവാചകൻ പഠിപ്പിച്ച തൗഹീദിൻ്റെ ആശയമാണ്, ഖുർആൻ പഠിപ്പിച്ച തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ്. അതിൽ അവർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ടോ? ഇത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹ് അള്ളാഹു അല്ലാതെ വേറെ യാതൊന്നുമില്ല, അള്ളാഹു അല്ലാതെ ഇലാഹേ ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇലാഹ്? ഇലാഹിന് സാധാരണഗതിയിൽ ദൈവമെന്ന് പറയാറുണ്ട്. മലയാളത്തിൽ ദൈവമെന്ന് പറയുന്നു, അതുപോലെ ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് പറയുന്നു. ഇങ്ങനെ പല ഭാഷകളിലും പല നിലക്കും അത് ഉപയോഗിക്കുന്നുണ്ട്. ഇലാഹി എന്നതാണ് അതിൻ്റെ അറബി പദം. എന്നാൽ എന്താണ് ഇലാഹ്? ഇലാഹ് എന്ന് ആരെങ്കിലും പറയുന്നതെല്ലാം യഥാർത്ഥ ഇലാഹാണോ? മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഇലാഹ് ആര്? മക്കത്തെ അവിശ്വാസികൾ ഇലാഹ് എന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ ആരെ സംബന്ധിച്ച്? അതുപോലെ ജൂതരും ക്രിസ്ത്യരുമെല്ലാം ഇലാഹിനെ കുറിച്ച് സംസാരിച്ചിരുന്നുവെങ്കിൽ ആരാണ് അവരുടെ ഇലാഹ്? ഇതെല്ലാം വിശദമായി മനസ്സിലാക്കണം. സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആശയമാണ്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥ ഇസ്ലാം, നബിയും സഹാബത്തും പഠിപ്പിച്ച ഇസ്ലാം. ആ നബിയും സഹാബത്തും പഠിപ്പിച്ചതാണ് എന്ന് വരുത്തുന്ന ഒരു പ്രയോഗമാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ചര്യ. ആ ചര്യ പഠിപ്പിച്ച, അത് ഉൾക്കൊണ്ട, അത് ലോകത്തിന് നൽകിയ സമൂഹമാണ് സഹാബത്ത്. അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ജമാഅത്ത്. പക്ഷേ അവരെ തുടർന്നുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഇവിടെ വിശ്വാസികൾ ഉണ്ടാവും. അതുകൊണ്ട് അസുന്നത്തി വൽ സഹാബ എന്ന് പറയാതെ അസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അതാണ് ഇസ്ലാമിൻ്റെ തനിയായ പകർപ്പ്, ശരിയായ ഇസ്ലാമിൻ്റെ പകർപ്പ് അതാണ്, ആ വിശ്വാസമാണ്. അത് പ്രകാരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ഒരു മാനദണ്ഡമുണ്ട്, അതിന് ഒരു വിശദീകരണമുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കണം, ഇലാഹി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടേതായ ഇലാഹുണ്ട്. ഇലാഹിൻ്റെ അർത്ഥം പറയുന്നിടത്ത് നമ്മുടെ കാമൂസ് എന്ന് പറയുന്ന ആ പ്രശസ്തമായ നിഘണ്ടു, പ്രശസ്തമായ ഇസ്ലാമിക് നിഘണ്ടുവാണ് കാമൂസ്. അതിൽ പറയുന്നത് കാണാം, വകുല്ലു മത്തുഖിദ മഅബൂദൻ ഇലാഹുൻ ഇൻദൽ മുത്തഖിദ്. മഅബൂദായി, ആരാധ്യനായി ആരെ ഗണിക്കുന്നോ ആ ഗണിക്കുന്നവൻ്റെ അഭിപ്രായത്തിൽ ആ വസ്തു,
ആരാധ്യ വസ്തു ദൈവമാണ്. ആരാധിക്കപ്പെടുന്ന വസ്തു ഓരോരുത്തർക്കും ഓരോ ആരാധ്യ വസ്തുവാണ്. ചിലർ പാമ്പിനെ ആരാധിക്കുന്നതായി കാണാൻ സാധിക്കും, ബിംബങ്ങളെ ആരാധിക്കുന്നതായി കാണാൻ സാധിക്കും, അതുപോലെ പ്രകൃതി വസ്തുക്കളെ ആരാധിക്കുന്നതായി കാണാൻ സാധിക്കും, ഭൂതങ്ങളെ ആരാധിക്കുന്നതായി കാണാൻ സാധിക്കും, യഥാർത്ഥത്തിൽ സർവശക്തനായ അള്ളാഹുവിനെ ആരാധിക്കുന്നതായും കാണാൻ സാധിക്കും. ജൂതൻ